സാധാരണ അവർ സ്വീകരിക്കാറുള്ള വർഗീയ കാർഡ് ഒരു മറയുമില്ലാതെ ഇറക്കി കളിക്കാനാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മോശമായൊരു പ്രകടനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ കാണിച്ചത്. എങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇനിയൊരു തുടർഭരണം കൊടുക്കാനാവില്ല. BJPക്ക് തുടർഭരണം കൊടുത്താൽ നമ്മുടെ രാഷ്ട്രം തന്നെ അപകടത്തിലാവും. ഇതാണ് ജനങ്ങൾ പൊതുവെ കാണുന്നത്. ഇത് ജനങ്ങൾ കാണുക മാത്രമല്ല, അതിനനുസരിച്ച് പ്രതികരിച്ചു തുടങ്ങി. ആ തിരിച്ചറിവ് കുറേശ്ശെ BJPക്കും ഉണ്ടാവുകയാണ്. അതവരെ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നു. അതിൻ്റെ ഭാഗമായി സാധാരണ അവർ സ്വീകരിക്കാറുള്ള വർഗീയ കാർഡ് ഒരു മറയുമില്ലാതെ ഇറക്കി കളിക്കാനാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മോശമായൊരു പ്രകടനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ കാണിച്ചത്. എങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് നിർത്താൻ ഏറ്റവും ബാധ്യതയുള്ള സ്ഥാനമാണ് അദ്ദേഹം വഹിക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്തിൻ്റെ മഹിമയെല്ലാം മറന്ന് സാധാരണ ഒരു സംഘ് പ്രചാരകൻ്റെ റോളിലാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. വിടുവായത്വം പറയുന്ന ഒരുപാട് സംഘപരിവാറുകാരെ നമുക്ക് പരിചയമുണ്ട്. എന്തും വിളിച്ചു പറയുന്നവരാണവർ. ബീഭത്സമായ രീതിയിൽ വർഗീയത പ്രചരിപ്പിക്കുന്നവരാണവർ. ആ തരത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുക എന്നത് സാധാരണഗതിയിൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതുകൊണ്ടാണ് ലോകത്ത് കാര്യങ്ങൾ ശരിയായി വിലയിരുത്തുന്ന പലരും ഇതാണ് ഇന്ത്യക്കുള്ള ഏറ്റവും പറ്റിയ അവസരമെന്ന് പറയുന്നത്. ഈ അവസരം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് വലിയ ഹാനി സംഭവിക്കും എന്നിവരെ ഗാർഡിയൻ പോലുള്ള മാധ്യമങ്ങൾ, ലോകമാധ്യമങ്ങൾ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞതാണ്. അതിൻ്റെ ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രകടനമാണ് നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ചാണ്. 1, 2, 10 പേരല്ല, കോടാനുകോടി ജനങ്ങൾ. അവരെക്കുറിച്ച് പറഞ്ഞത് നുഴഞ്ഞുകയറ്റക്കാരാണെന്നാണ്. RSSന് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഉള്ള ധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് നേരത്തെ മുതൽ കണ്ടവരാണ് RSS. ഇപ്പോൾ ശത്രുക്കളോടുള്ള നിലപാടാണ്. ആ ആഭ്യന്തര ശത്രുവായ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങളും ചില ഘട്ടത്തിൽ കലാപങ്ങളും കൂട്ടക്കൊലകളും വംശഹത്യ വരെയും എത്തിയത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതാണ് കുറേ വർഷം മുൻപ് ഗുജറാത്തിൽ നാം കണ്ടത്. ഒരുപാട് വർഗീയ കലാപങ്ങളിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നൊരു വിഭാഗമാണ് മുസ്ലിം എന്ന് നമുക്കറിയാം. പക്ഷേ ഗുജറാത്തിലേത് ഒരു തരത്തിലുള്ള വംശഹത്യയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. അത് മുസ്ലിമിന് നേരെയായിരുന്നുവെങ്കിൽ ഈ അടുത്ത കാലത്താണ് മണിപ്പൂരിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള വംശഹത്യ അരങ്ങേറിയത്. എല്ലാറ്റിനും RSSന് ന്യായമുണ്ട്. കാരണം അവരൊക്കെ ന്യൂനപക്ഷമാണ്. അവരൊന്നും രാജ്യത്ത് ജീവിക്കേണ്ടതല്ല എന്നാണ് RSS കാണുന്നത്. അത് പച്ചയായി പറയാൻ ഒരു പ്രധാനമന്ത്രി തയ്യാറാവുകയാണ്. എങ്ങനെയാണ് നൂറ്റാണ്ടുകളായി തലമുറയായി ഈ മണ്ണിൽ ജീവിച്ചു വരുന്ന വിഭാഗം നുഴഞ്ഞുകയറ്റക്കാരാവുക? ഈ നാടിൻ്റെ, രാജ്യത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് മറ്റുള്ളവരോടൊപ്പം ഈ പറയുന്ന വിഭാഗവും പങ്ക് വഹിക്കാതിരുന്നിട്ടുള്ളത്? മുസ്ലിമിൻ്റെ പങ്കില്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ കാണാൻ കഴിയുമോ? രാജ്യത്തിൻ്റെ സംസ്കാരം, അതിൽ മുസ്ലിമിനും പ്രധാന പങ്കില്ലേ? നമ്മുടെ രാജ്യം നേടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യത്ത് ജീവിച്ച എല്ലാ വിഭാഗവും പങ്കെടുത്തു. ഒന്നും വേറിട്ട് നിൽക്കുന്നതിനിടയാക്കിയില്ല. നമ്മുടെ രാജ്യത്ത് വിവിധ ഭാഷയുണ്ട്.
വ്യത്യസ്ത മതങ്ങളുണ്ട്, ഒട്ടേറെ ജാതികളുണ്ട്, വൈവിധ്യമാർന്ന അനേകം സംസ്കാരങ്ങളുണ്ട്. ഇതെല്ലാം ഏകോപിതമായി വന്നു. അവിടെയാണ് നാം നാനാത്വത്തിൽ ഏകത്വം പടുത്തുയർത്തിയത്. ഒരേ ലക്ഷ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക, നമ്മുടെ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം. ആ ലക്ഷ്യത്തിനു വേണ്ടി പോരാടിയവരിൽ ഈ രാജ്യത്ത് ജീവിച്ച മറ്റെല്ലാവരോടും കൂടെ മുസ്ലിമുമുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പേരുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന പട്ടികയിൽ ധീരരായ മുസ്ലിം സഹോദരങ്ങൾ. എന്തെല്ലാം പീഡനങ്ങളാണ് അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. RSSകാർ ഈ തരത്തിലുള്ള എന്തെങ്കിലും അനുഭവിച്ചവരാണോ? നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിന്ന ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ. അത് സംഘപരിവാറാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. നാം തമ്മിൽ ഭിന്നതയില്ല. നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ആരോട് പറഞ്ഞു? ബ്രിട്ടീഷ് വൈസ്രോയിയോട്. ആര് പറഞ്ഞു? സംഘപരിവാർ നേതാക്കൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു പറഞ്ഞു. വീരത്വം ചാർത്തിക്കൊടുത്തവരില്ലേ? എന്തിനാ വീരത്വം? ഇപ്പോഴും അന്തമാനിൽ നമ്മൾ പോയാൽ ധാരാളം കേരളത്തിലെ പേരുകൾ കാണാം, സ്ഥലനാമങ്ങൾ കാണാം. എങ്ങനെയാണത്? അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മാപ്പിള സഹോദരങ്ങൾ, ബ്രിട്ടീഷുകാർ നാട് കടത്തിയവർ, അവരാ പീഡനമെല്ലാം ഏറ്റുവാങ്ങി ഈ കേരളത്തിൻ്റെ സ്ഥലനാമങ്ങൾ പലയിടത്തും വിളിച്ചു. അങ്ങനെയാണ് ആ പേര് വന്നത്. അവരാരും മാപ്പ് എഴുതി കൊടുത്തില്ല. യാദൃശ്ചികമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അന്തമാനിലേക്ക് എത്തിപ്പെട്ടപ്പോൾ മാപ്പ് എഴുതി കൊടുത്ത് നിങ്ങളുടെ കാൽ കീഴിൽ നിങ്ങളെ അനുസരിച്ച് ജീവിച്ചു കൊള്ളാം, ഇനി ഒരു സമരത്തിലുമുണ്ടാവില്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് പൂർണ്ണ ഉറപ്പ്. ആ ഉറപ്പ് നൽകിയ സംഘപരിവാർ നേതാവിനാണ് വീരത്വം നിങ്ങൾ ചാർത്തിക്കൊടുത്തത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കൂടെയായിരുന്നോ ആ സംഘപരിവാർ നിലയല്ല ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വീകരിച്ചത്. അവരെയാണ് നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുന്നത്. നിങ്ങളാണ്, സംഘപരിവാറുകാരാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനെതിരെ നിന്നവർ, ഈ രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ചവർ, ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായി നിന്നവർ. നിർഭാഗ്യവശാൽ കാലചക്രം തിരിഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരം. ആ ഭരണാധികാരം നിങ്ങൾ എന്തിനുപയോഗിക്കുന്നു? ഈ രാജ്യം സ്വാതന്ത്ര്യ സമരത്തിലൂടെ, ദേശീയ പ്രസ്ഥാനത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന മൂല്യങ്ങൾ, അവയാകെ സ്വാംശീകരിച്ചതാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന ഒരു ദിവസം പെട്ടെന്നുണ്ടായതല്ല. ആ ഭരണഘടനയിൽ പറയുന്ന മൂല്യങ്ങളോട് ഒന്നിനോടും യോജിപ്പില്ലാത്തവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഭരണഘടന അംഗീകരിച്ച് 4ാമത്തെ ദിവസം നിങ്ങൾ RSS നിങ്ങളുടെ മുഖപ്രസിദ്ധീകരണത്തിൻ്റെ മുഖലേഖനത്തിലൂടെ ഭരണഘടനയ്ക്കെതിരായി തിരിഞ്ഞത്. എന്തായിരുന്നു നിങ്ങളെ പ്രകോപിപ്പിച്ചത്? ഒന്ന്, മനുവിൻ്റെ നിയമം ഭരണഘടനാ പണ്ഡിതർക്ക് ഉൾക്കൊള്ളാനായില്ല. എത്ര ഹീനമായാണ് ഭരണഘടനയെ നിങ്ങൾ ആക്ഷേപിച്ചത്. മനുവിൻ്റെ നിയമമാണ് ഹിന്ദുവിൻ്റെ നിയമം, അതാണ് രാജ്യത്തിൻ്റെ നിയമം എന്നല്ലേ സവർക്കർ പറഞ്ഞിരുന്നത്? നിങ്ങൾ നിങ്ങളുടെ നിലപാട് മറച്ചു വെച്ചിട്ടില്ലല്ലോ ഒരു ഘട്ടത്തിലും. മതനിരപേക്ഷതയ്ക്ക് നിങ്ങൾ പൂർണ്ണമായി എതിരായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് RSS നേതൃത്വം അംഗീകരിച്ച BJPക്ക് രാജ്യഭരണാധികാരം ലഭിച്ചു. അതിനിടയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. 2014 BJPക്ക് അധികാരത്തിൽ വരാൻ അവസരം നൽകിയത് നമ്മുടെ രാജ്യത്ത് അപ്പോൾ നിലവിലുണ്ടായിരുന്ന 2ാം UPA സർക്കാരാണ്. 2ാം UPA സർക്കാർ രാജ്യത്ത് ജനവിരുദ്ധമായ നയങ്ങളായിരുന്നു നടപ്പാക്കിയത്. ജനങ്ങളിലാകെ കടുത്ത അസംതൃപ്തി, രാജ്യമാകെ അതൃപ്തിയിൽ. ആ അതൃപ്തി BJP ഉപയോഗിച്ചു. അല്ലെങ്കിലും രാജ്യത്തിൻ്റെ നില പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് BJPക്ക് വളർന്നു വരാൻ കഴിഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. ഇത് കോൺഗ്രസിൻ്റെ ജനവിരുദ്ധ ഭരണം BJPക്ക് അവസരമുണ്ടാക്കി. അങ്ങനെയാണ് 2014 BJP ഗവൺമെൻറ് വരുന്നത്. നിർഭാഗ്യവശാൽ 2019 തുടർ ഭരണത്തിന് അവസരം കിട്ടി. ആ തുടർഭരണം RSS അജണ്ട നടപ്പാക്കാനുള്ള അവസരമായിട്ടാണ് BJP ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ ഭാഗമായാണ് RSSന് ഏറ്റവും എതിർപ്പുള്ള മതനിരപേക്ഷത, ആ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാനുള്ള നടപടി സ്വീകരിച്ചത്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി,
2019 മെയ്യിലാണ് തെരഞ്ഞെടുപ്പ്. വലിയ താമസമുണ്ടായില്ല ആ നിയമ ഭേദഗതി പാസ്സാക്കിയെടുക്കാൻ. 2019 തന്നെ നിയമ ഭേദഗതി പാസ്സാക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത പൂർണ്ണമായി തകർക്കാൻ, പൗരത്വം മതാടിസ്ഥാനത്തിലാക്കൽ, ലോകം അതിനെതിരെ രംഗത്ത് വന്നു. ശക്തമായ എതിർപ്പ് ലോകരാഷ്ട്രങ്ങൾ എതിർത്തു, ഐക്യരാഷ്ട്ര സഭ പോലെയുള്ള ലോക സംഘടനകൾ എതിർത്തു. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് കനത്ത പ്രക്ഷോഭം, ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർ സീതാറാം യെച്ചൂരി, ഡി രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിര. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്കെങ്ങാൻ കണ്ടോ? ഈ പട്ടികയിൽ എവിടെയും കോൺഗ്രസ്സുകാരുണ്ടായില്ല. എന്താ പറ്റിയത്? മതനിരപേക്ഷത അവകാശപ്പെടുന്ന പാർട്ടിയല്ലേ കോൺഗ്രസ്. ഇത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്, RSSൻ്റെ അജണ്ടയാണ് എന്നറിയാത്തവരാരെങ്കിലും രാജ്യത്തുണ്ടോ? മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിയതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കുചേരാൻ പറ്റാത്തത്? രാജ്യത്തെവിടെയും ഉണ്ടായില്ല. എന്നാൽ കുറ്റം പറയരുതല്ലോ, കേരളത്തിലുണ്ടായി. എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ആ നിയമ ഭേദഗതി വന്ന ഉടനെ കേരളമാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഈ നിയമ ഭേദഗതി കേരളം നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം അവിടെ കൊണ്ട് നിർത്തിയില്ല. ഒരു വലിയ പ്രതിഷേധ സംഗമം, പ്രതിപക്ഷേതാക്കളും എല്ലാം പങ്കെടുത്തു. എല്ലാവരും, സർവകക്ഷി യോഗം അതിന് പിന്നാലെ, പ്രത്യേക നിയമസഭാ സമ്മേളനം പിന്നാലെ. അതിൽ ഈ ഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഏകണ്ഠേന. ഇതെല്ലാം എല്ലാവരും ഒന്നിച്ചാണ് ചെയ്തത്. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, KPCC പ്രസിഡന്റ് അന്നത്തെ, അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നു. അദ്ദേഹം ചോദിച്ചു, കേന്ദ്രം പാസ്സാക്കിയൊരു നിയമം നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് നടപ്പാക്കാതിരിക്കുമോ? എന്തൊരു ചരിത്ര നിഷേധമുള്ള പ്രസ്താവനയാണെന്ന് നോക്കണം. തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്തേ കാരണം? എന്താ കാരണമെന്ന് അവർ പറഞ്ഞില്ല. സാധാരണ കാരണം ഉണ്ടാകേണ്ടത് ആ യോജിച്ച പ്രക്ഷോഭത്തിന് മുൻകൈയെടുത്തത് സംസ്ഥാന സർക്കാരായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ എന്തെങ്കിലും സമീപനം പിഴച്ചുപോയെങ്കിൽ അതവർ അന്നേ പറഞ്ഞിട്ടുണ്ടാവും. അന്നും പറഞ്ഞില്ല, ഇതുവരെയും പറഞ്ഞില്ല. ഞങ്ങളൊരു അനുമാനം പരസ്യമായി പറഞ്ഞു. ഇത് കോൺഗ്രസ് കേരളത്തിന് പുറത്ത് എവിടെയും ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടില്ല. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനോട് പറയുന്നു, നിങ്ങൾ പിൻവാങ്ങണം. അതല്ലേ വസ്തുത? വസ്തുതയല്ലെങ്കിൽ പറയണം. രാഹുൽ ഗാന്ധി കേരളത്തിലാകെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, പറയാലോ. ഞങ്ങളങ്ങനെ നിർദ്ദേശം നൽകിയിട്ടില്ല. എന്തേ പറയാത്തത്? പോട്ടെ, അതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യം. ഇപ്പോൾ ഈ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ച് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയപ്പോൾ ചട്ടഭേദഗതി കൊണ്ടുവന്നു. ആ ചട്ടഭേദഗതി വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. ആരെങ്കിലും കോൺഗ്രസിൻ്റെ സ്വരം കേട്ടോ? എന്തു പറ്റി കോൺഗ്രസ്സിന്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ്, അദ്ദേഹത്തോട് ഏകദേശം ഈ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, എന്താണ് ഈ ചട്ടഭേദഗതിയെക്കുറിച്ച് അഭിപ്രായം? അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസിദ്ധമാണല്ലോ, എല്ലാവർക്കും അറിയാലോ. രാത്രി ആലോചിച്ചിട്ട് പറയാം. എന്തൊരു പരിഹാസമാണെന്ന് നോക്കണം. എന്തേ നിങ്ങൾക്ക് അഭിപ്രായമില്ലാതിരുന്നത്? രാഹുൽ ഗാന്ധിക്ക് വലിയ പരാതി, പരിഭവം, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പേര് പറയുന്നുവെന്ന്. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഇവിടെയാണ് പറയുന്നത്. അതൊന്നുകൂടി ആവർത്തിക്കാം. രാഹുൽ ഗാന്ധി രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നു. ഈ ഒന്നിനെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രതികരണമില്ല. എന്തേ പ്രതികരണമില്ലാതിരുന്നത്? പോട്ടെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുന്നു. ആ പ്രകടന പത്രിക ഓരോ പാർട്ടിയുടെയും നയം വ്യക്തമാക്കുകയാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും. എന്താണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ? ഒരു ഭാഗവുമില്ല, ഒന്നും പറഞ്ഞില്ല. ഞങ്ങളതിനെ വിമർശിച്ചു. അപ്പോൾ വന്ന മറുപടി ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നു. എന്താണിത്? പ്രകടന പത്രിക വായിച്ചിട്ട് വേണ്ടി അഭിപ്രായം പറയാൻ. പ്രകടന പത്രികയുടെ ഇത്രാമത്തെ പേജ് നോക്കൂ, അതിൽ ഇത്രാമത്തെ ഖണ്ഡിക നോക്കൂ, അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയല്ലേ. ഇത് വായിക്കാതെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത്. എന്താണ് പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെയുള്ളൊരു പ്രയോഗങ്ങളാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ
ചിലപ്പോൾ മലയാള മനോരമയും കൂടി ചേർന്ന് ആലോചിച്ച് തയ്യാറാക്കിയതായിരിക്കാം. പിറ്റേ ദിവസത്തെ മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ ബാനർ ഹെഡിങ് ഈ പറഞ്ഞതെല്ലാം. ഇത് വായിച്ചില്ല, പേജ് നോക്കിയില്ല, ഖണ്ഡിക നോക്കിയില്ല, എന്നിട്ട് അനാവശ്യമായി കുറ്റപ്പെടുത്തി എന്ന ഹെഡിങ് ആണെല്ലാം. അപ്പോൾ ആ ദിവസം പത്രക്കാരെ കാണുമ്പോൾ ഈ പ്രകടന പത്രിക അവരെ മുമ്പിൽ ഹാജരാക്കി. ഇതാണ് പ്രകടന പത്രിക, ഈ പറഞ്ഞ പേജ് ഇതാണ്. ആ പേജും കാണിച്ചു. ഖണ്ഡിക നമ്പർ അതിതാണ്. അത് കാണിക്കുക മാത്രമല്ല, അത് പൂർണ്ണമായിട്ട് വായിച്ചു. എന്താ അവസ്ഥ? ആ പ്രകടന പത്രികയിലോ ഈ ഖണ്ഡികയിലോ ഒരിടത്തും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കേയില്ല. എന്തൊരു കള്ളമാണ് നാട്ടിൽ പ്രചരിപ്പിച്ചത് നോക്കണം. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ, ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന UDF കൺവീനറുണ്ട്. അദ്ദേഹം ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സില്ല, അതിന് നിങ്ങൾക്കെന്ത് വേണം? ഈ പറയുന്ന കാര്യം ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല, നിങ്ങൾക്കെന്ത് വേണം? അതാണ് ന്യായം. അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. ഏത് മനസ്സാണ് ഇല്ലാതായത്? മതനിരപേക്ഷ മനസ്സാണ് ഇല്ലാതായത് കേട്ടോ. അത് മറക്കരുത്. നിങ്ങൾ സ്വീകരിച്ച മനസ്സ് സംഘപരിവാർ മനസ്സാണ്. നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. അതാണ് നിങ്ങൾ കാണാതിരുന്നത്. ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നു ആ പ്രകടന പത്രികയെക്കുറിച്ച്. ഇന്ത്യൻ എക്സ്പ്രസ് വലിയൊരു റിപ്പോർട്ട് അവരന്വേഷിച്ചു, പ്രകടന പത്രിക തയ്യാറാക്കിയവരെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവർ പ്രസിദ്ധീകരിച്ച വാർത്ത, തയ്യാറാക്കിയ കരടിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ എഴുതിയിരുന്നു. പക്ഷേ നേതാക്കളടങ്ങുന്ന സമിതിയുടെ മുന്നിലെത്തിയപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. അത് ശരിയാണോ? ആ കരട് തയ്യാറാക്കാൻ നിയോഗിച്ച സമിതിയുടെ തലവൻ ശ്രീ ചിദംബരം, അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുന്നു. ഇത് ഉൾപ്പെടുത്തിയാൽ ഈ പ്രകടന പത്രികയുടെ നീളം വല്ലാതെ കൂടിപ്പോകും. അങ്ങനെ നീളം കൂടാതിരിക്കാൻ വേണ്ടി കുറച്ചതാണ്. ഇത് പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും എന്നൊരു വാചകം എഴുതിയാൽ അതിൻ്റെ പേജുകളുടെ എണ്ണം കൂടിപ്പോവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, ഭംഗ്യന്തരെയാണ് അദ്ദേഹം സമ്മതിച്ചു. നേരത്തെ പ്രകടന പത്രികയുടെ കരടിൽ ആ കാര്യം ഉണ്ടായിരുന്നുവെന്ന്. ഇവിടെ കോടാനുകോടി ജനങ്ങളാണല്ലോ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? തലമുറയായി ഇവിടെ കഴിയുന്നവർ, നൂറ്റാണ്ടുകളായി കഴിയുന്നവർ, തനിക്കും കുടുംബത്തിനും ഇനി ഈ മണ്ണിൽ തുടരാൻ പറ്റുമോ? അതാണ് കോടാനുകോടി ജനങ്ങളുടെ ആശങ്ക. ആ ആശങ്ക കണ്ടുകൊണ്ടാണ് ഈ രാജ്യത്താകെ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത്, മതനിരപേക്ഷ ശക്തികളെല്ലാം പങ്കെടുത്തുകൊണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലെ LDF സർക്കാർ ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയത്. നിങ്ങളിൽ പലരും LDF സംഘടിപ്പിച്ച 4 വർഷം മുൻപ് സംഘടിപ്പിച്ച മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള മനുഷ്യ ചങ്ങലയിൽ പങ്കെടുത്തവരായിരിക്കും. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഈ ആശങ്കയിൽ, ഉത്കണ്ഠയിൽ കഴിയുന്ന കോടാനുകോടി ജനങ്ങളോട് നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം അവരിലേക്ക് എത്തിക്കാനായിരുന്നു. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? നിങ്ങൾ ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്ത്? നിങ്ങൾ മതനിരപേക്ഷ മനസ്സ് ഉപേക്ഷിച്ച് സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേർന്നിരിക്കുന്നു. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണോ? RSSൻ്റെ അജണ്ട പലതല്ലേ. RSSൻ്റെ തീവ്ര അജണ്ടയിൽ ഈ ഒന്ന് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ഭരണഘടന അംഗീകരിച്ച നാൾ മുതൽ RSS പറയുന്ന കാര്യമാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയണം, ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം. RSSൻ്റെ തീവ്ര അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 2019 BJPയുടെ 2ാം സർക്കാർ വന്നപ്പോൾ അവരാ അജണ്ടയും എടുത്തു. ആഭ്യന്തരമന്ത്രി ഒരു ദിവസം പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്നു. ഒരു കടലാസ് എടുത്തൊരു വായനയാണ്. 1, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദ് ചെയ്യുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണമായി വിഭജിക്കുന്നു. എന്താണിത്? ഇത്തരമൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം? ഞങ്ങൾക്കൊരു നടപടിക്രമവും ബാധകമല്ല, ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യും. അതാണ് സംഘപരിവാറിൻ്റെ നിലപാട്. അതാണ് BJP ഗവൺമെൻറ് ചെയ്തത്. അതിനെ രാജ്യമാകെ എതിർത്തു, അതിശക്തമായ എതിർപ്പ്. ആ ശക്തമായ എതിർപ്പിൻ്റെ കൂടെ കോൺഗ്രസ് ഉണ്ടായോ? എന്തേ നിങ്ങളുടെ ശബ്ദം ഉച്ചത്തിൽ ഉയരാതിരുന്നത്? നിങ്ങൾ സാങ്കേതികമായി വിയോജിച്ചു എന്നുള്ളതല്ല, രാജ്യമാകെ കനത്ത പ്രതിഷേധത്തിലായി. നിങ്ങളിൽ നിന്ന് ആ കനത്ത പ്രതിഷേധം ഉണ്ടായില്ല.
നിങ്ങളുടെ കൂടെയുള്ള കുറേ പേർ BJP രഹസ്യമായി അഭിനന്ദിച്ചു. ഒരാളെ കാര്യം രഹസ്യമല്ല, പരസ്യമാണ്. അത് രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ്. അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല. എന്തൊരു നല്ല കാര്യം BJP ചെയ്തത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളിയ ആവേശം അടക്കാൻ പറ്റാതെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി BJPയിലേക്ക് ചെന്നു. BJP അദ്ദേഹത്തെ സ്വീകരിച്ചു, രാജ്യസഭാംഗത്വം നൽകി, വീണ്ടും രാജ്യസഭയിലേക്ക് അയച്ചു. രാഹുൽ ഗാന്ധി ഇതുപോലുള്ള എത്ര നേതാക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ശബ്ദം ഉച്ചത്തിൽ ഉയരാത്തത്? അതല്ലേ വസ്തുത. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയ കുറേ ആളുകളുണ്ടല്ലോ. ഏറ്റവും ഒടുവിലത്തെ കക്ഷി നില വെച്ചാൽ 18 പേരാണ് UDFൻ്റെ കൂടെ, 2 പേരാണ് LDFൻ്റെ കൂടെ. ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ തോമസ് ചാഴിക്കാടനും LDF. ബാക്കി 18 അംഗ സംഘം UDF. ഇവരെ എവിടെയെങ്കിലും കണ്ടോ ഈ കൂട്ടത്തിൽ? പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ അവരുടെ ശബ്ദം ആരെങ്കിലും കേട്ടോ? അവരുടെ സാന്നിധ്യം ഈ പ്രതിഷേധമുള്ള സ്ഥലങ്ങളിൽ കണ്ടോ? എന്തേ അവർക്ക് പ്രശ്നം? ഈ 18 അംഗ സംഘത്തിൽ ആരെയും കാണാതിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ പദവി എടുത്തു കളയുന്നു, ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നു. ഇവരെ കണ്ടോ? ഈ 18 അംഗ സംഘത്തെ കണ്ടോ? നമ്മുടെ രാജ്യത്തുള്ള ചില കരിനിയമങ്ങൾ, ഒന്ന് NIA എന്നത് ഈ രാജ്യത്തെ ഏറ്റവും കടുത്തൊരു കരിനിയമമാണ്. അതിനെ കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു? എതിർത്തോ? ലോക്സഭയുടെ കാര്യം അതിനെ എതിർക്കാൻ ആകെ 6 പേരേ ഉണ്ടായുള്ളൂ. ആ 6 പേരിൽ ഒരാൾ ആലപ്പുഴയിലെ സഖാവ് ആരിഫ്. എന്തുപറ്റി നമ്മുടെ 18 അംഗ സംഘത്തിന്? അവരെവിടെയും കണ്ടില്ലല്ലോ. നമ്മൾ വോട്ട് ചെയ്ത് അയച്ചവരല്ലേ. ആ ഭേദഗതി ആരെ ഉദ്ദേശിച്ചാണെന്ന് അവർക്കറിയില്ലേ. ഇനി മറ്റൊരു നിയമം, സാക്ഷാൽ കരിനിയമം UAPA, അതിനുള്ള ഭേദഗതി കൂടുതൽ കരിനിയമമാക്കാൻ കോൺഗ്രസ് എന്ത് ചെയ്തു? BJPയുടെ കൂടെ നിന്നു. ഇതല്ലേ നമ്മുടെ അനുഭവം. ഈ 18 അംഗ സംഘം എവിടെയെങ്കിലും ഉണ്ടായോ? രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നത്. നമ്മുടെ നാടിനെ പ്രതിനിധീകരിച്ച 18 അംഗ സംഘം എവിടെയും ഉണ്ടായില്ല, പ്രതികരിക്കാനേ ഇല്ല. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് എന്താണ്? കേരളത്തിൻ്റെ ശബ്ദമാണ് നഷ്ടപ്പെട്ടത്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ ഉച്ചസ്ഥായിയിൽ മുഴങ്ങാറുണ്ട്. പറ്റിയില്ല നമുക്ക്. കാരണം 18 പേര് നിശബ്ദമായിപ്പോയി. പിന്നെ ഉയരുന്ന ശബ്ദം നേർത്തതായി. സ്വാഭാവികം. ഇതല്ലേ നമ്മുടെ അനുഭവം. ഇനി നമ്മുടെ നാട് നേരിട്ട പ്രശ്നങ്ങൾ, അതിൻ്റെ അനുഭവം എന്താണ്? ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശനം നടത്തിയല്ലോ. അപ്പോൾ പറയാണ് കേരളത്തെ വലിയ തോതിൽ വികസിപ്പിക്കും. എന്തൊരു മനസ്സ്! പക്ഷേ ആ മനസ്സ് നേരത്തെ ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പോൾ നാടിനെ വികസിപ്പിക്കുമെന്ന് പറയുന്ന ആ മനസ്സ് കേരളത്തിൻ്റെ സഹായത്തിന് എത്തേണ്ടിയിരുന്നത് നാം ഏറ്റവും ദുർഘട നാളുകളിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നില്ലേ? എല്ലാവരും സഹായിക്കുന്ന ഘട്ടമാണല്ലോ ഒരാപൽ ഘട്ടം. ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, മഹാപ്രളയം, നൂറ്റാണ്ടിലെ മഹാപ്രളയം. നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിച്ചൊരു ഘട്ടം. സഹായിച്ചോ? അപ്പോഴല്ലേ നമുക്ക് പ്രത്യേക സഹായം വേണ്ടിയിരുന്നത്. കേരളത്തെ തകർത്തെറിഞ്ഞ പ്രകൃതി ദുരന്തമായിരുന്നില്ലേ? സഹായിച്ചില്ലാലോ. പ്രത്യേക പാക്കേജ് അനുവദിച്ചില്ലാലോ. ഇതൊന്നും ഔദാര്യമല്ലാലോ. നാം ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ. രാജ്യം, കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിലാണല്ലോ സംസ്ഥാനത്തെ സഹായിക്കേണ്ടത്. നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്താ? രക്ഷപ്പെടരുത്, തകരട്ടെ. അതായിരുന്നില്ലേ? അർഹമായ സഹായം പോലും നിഷേധിച്ചില്ലേ? ആ ഘട്ടത്തിൽ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, അവർ വിവിധ രാജ്യങ്ങളിലുള്ളവർ കേരളത്തെ അറിയിച്ചു, ഞങ്ങൾക്ക് സഹായം സ്വരൂപിക്കാൻ പറ്റും. ഒരു താങ്ങ് വേണം, ഏതെങ്കിലും മന്ത്രി ഇങ്ങോട്ട് വരണം, അപ്പോൾ ഞങ്ങൾക്കതൊരു സഹായമാവും. ഞങ്ങൾ തീരുമാനിച്ചു ഓരോ രാജ്യത്ത് പോകേണ്ട മന്ത്രിയെ. പക്ഷേ മന്ത്രിക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുമതി വേണം. നിഷേധം, അനുമതി നിഷേധിച്ചു. ഇതേ മനോഭാവം. അങ്ങനെ രക്ഷപ്പെടേണ്ട ആ നിങ്ങളാണോ കേരളത്തെ സഹായിക്കാൻ പോകുന്നത്, കേരളത്തെ വികസിപ്പിക്കാൻ പോകുന്നത്? എത്ര പദ്ധതികൾ കേരളത്തിൻ്റേത് നിങ്ങളുടെ അനുമതി ഇല്ലാത്തതുകൊണ്ട് മുടങ്ങിക്കിടക്കുന്നു. നിങ്ങൾക്ക് കേരളത്തോട് പ്രത്യേക വിരോധപരമായ സമീപനമല്ലേ ഉണ്ടായത്? അതുകൊണ്ടല്ലേ അതെല്ലാം മുടങ്ങിപ്പോയത്. ഇവിടെ
അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ നമ്മുടെ നാടിനെ സാമ്പത്തികമായി ഞെരുക്കാനാണല്ലോ ശ്രമിച്ചത്. കടുത്ത നടപടിയല്ലേ സ്വീകരിച്ചത്. എന്താ കേരളം അനുഭവിക്കേണ്ടി വന്നത്? കേരളം അനുഭവിക്കേണ്ടി വന്ന കാര്യം നമ്മൾ സുപ്രീം കോടതിയുടെ മുന്നിൽ പറയാൻ നിർബന്ധമായി. എത്രയാ? കഴിഞ്ഞ 7 വർഷം കേരളത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ടിയിരുന്ന പണം കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞതുകൊണ്ട് കയ്യിലെത്താതെയായത് എത്ര? 1,07,500 കോടിയിൽ പരം രൂപ. 1,07,500 കോടിയിൽ പരം രൂപ നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിൻ്റെ കയ്യിൽ 7 വർഷമായി എത്തേണ്ടത് എത്തിയില്ല എന്ന് വന്നാൽ നാടനുഭവിക്കുന്ന പ്രയാസമെന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ലക്ഷ്യം? കേരളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിപ്പിക്കണം. അതിനല്ലേ നീക്കങ്ങളുണ്ടായത്? ആ കാര്യത്തിൽ നമ്മുടെ നാടിനെ ഈ തരത്തിൽ സ്തംഭിപ്പിക്കുന്ന നില വന്നപ്പോൾ 7 വർഷത്തിൽ 2 വർഷം വിട്ടുകളി, 5 വർഷം ഇവരാണല്ലോ പാർലമെൻറ്റിലുണ്ടായത്. ഈ 5 വർഷം ഇവരേതെങ്കിലും ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദിച്ചോ? കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കണ്ടേ, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്, എൻ്റെ നാടിനോട് എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിക്കണ്ടേ? ചോദിച്ചോ? ഒരനുഭവം പങ്കുവെക്കാം. എംപിമാരുടെ കോൺഫറൻസ് സംസ്ഥാന സർക്കാർ വിളിക്കും പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപാകെ. അങ്ങനെയുള്ള 2 കോൺഫറൻസിൽ ഇവരോട് പറഞ്ഞു, എല്ലാ കണക്കുകളും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു, നിങ്ങൾ സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം. സമ്മതിച്ചു. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറല്ല. 2ാമത്തെ തവണ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു വാചകം കൂടി ഇതിലെഴുതണം. അതെന്താ? സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട്, കെടുകാര്യസ്ഥത, അതാണ് ഇതിനെല്ലാം ഇടയാക്കിയതെന്ന് എഴുതണം. എങ്ങനെയുണ്ട്? നമ്മൾ കൊടുക്കുന്ന നിവേദനം കേന്ദ്രത്തിൻ്റെ അവഗണന, വിവേചനം. അതിൻ്റെ പിന്നാലെ പറയുക, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇത്രമാത്രം കേന്ദ്ര ഗവൺമെൻറ്റുമായി ചാരി നിന്ന ഒരു സംഘം, ഈ 18 അംഗ സംഘം പോലെ വേറെയുണ്ടോ? അവർക്ക് കേരള താല്പര്യമല്ല, അവർക്ക് BJP ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കാനാണ് താല്പര്യം. കേരള വിരുദ്ധ മനസ്സ് അവർക്കും രൂപപ്പെട്ടു. BJPക്ക് നേരത്തെയുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞു, കേരളം കേസിന് പോയി, കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി സംസാരിക്കുമ്പോൾ വസ്തുതാപരമാകാൻ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഏതാണ് തിരിച്ചടി? കേരളം നൽകിയ ഹർജി പരിശോധിച്ച് ഒരു ഘട്ടം എത്തിയപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ 13,000-ൽ പരം കോടി രൂപ, അത് നിങ്ങൾ അനുവദിക്കേണ്ടതല്ലേ? ആദ്യം നിങ്ങൾ അത് അനുവദിക്കൂ, അപ്പോഴല്ലേ നിങ്ങളത് അനുവദിക്കാൻ തയ്യാറായത്. അത് നമുക്ക് ലഭിച്ചൊരു ഔദാര്യമല്ല, കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആ പണം. ആ അർഹതപ്പെട്ട പണം നമുക്ക് ലഭിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. തുറന്ന കേസിൻ്റെ വാദം കേൾക്കുന്നു. വാദങ്ങൾ കേട്ട സുപ്രീം കോടതി പറയാണ്, ഇത് ഗൗരവമായ വിഷയമാണ്. ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത്. നമ്മൾ ഉന്നയിച്ച പ്രശ്നം, കേരളം ഉന്നയിച്ച പ്രശ്നം സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെതാണ്. സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ നിഷേധം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നാണ്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഞങ്ങൾ ഇതേവരെ കടക്കാത്ത മേഖലയാണിത്. സുപ്രീം കോടതി വ്യക്തത വരുത്താത്തൊരു മേഖലയാണിത്. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. കൂടുതൽ വിശദമായി വാദം കേൾക്കേണ്ടതാണ്. അതിനായി സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ കേസ് റെഫർ ചെയ്യുന്നു. പ്രധാനമന്ത്രി, അത് കേരളത്തിനേറ്റ തിരിച്ചടിയാണോ? കേരളത്തിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചല്ലേ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നത്. സാമ്പത്തിക ഫെഡറലിസം നിങ്ങൾ ലംഘിക്കുന്നു എന്ന വാദം അത് കൂടുതൽ പരിശോധിക്കണം എന്നല്ലേ സുപ്രീം കോടതി കണ്ടത്. കേരളത്തിന് ലഭിച്ചൊരു അംഗീകാരമല്ലേ അത്. യഥാർത്ഥത്തിൽ ആ വിധി നമ്മുടെ 18-അംഗ സംഘത്തിനും ഇവിടുത്തെ UDF-നും മുഖത്തേറ്റ അടിയാണ്. ഇവിടെ നാം കാണേണ്ടത് BJPക്ക് ഒരു കേരള വിരുദ്ധ മനസ്സുണ്ട്. കാരണം നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാട്. അവിടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിനിടമില്ല. അതുകൊണ്ടാണ് BJPയെ സ്വീകരിക്കാത്തത്. അതിന് പക, വിദ്വേഷം, അതെല്ലാം BJPയുടെ ഭാഗത്തുണ്ടാകുന്നു. ഇവർക്കെന്ത് പറ്റി? 18-അംഗ സംഘത്തിന്, കോൺഗ്രസിനും UDF-നും എന്ത് പറ്റി? നിങ്ങൾ ഇവിടുന്നുള്ളവർ തിരഞ്ഞെടുത്ത് അയച്ചവരല്ലേ, ഈ നാടിൻ്റെ പ്രതിനിധികളല്ലേ. നിങ്ങൾക്കെങ്ങനെ കേരള വിരുദ്ധ സമീപനം വന്നു?
നിങ്ങളെങ്ങനെ കേന്ദ്ര ഗവൺമെന്റുമായി ചാരി നിൽക്കുന്ന നില വന്നു? നിങ്ങളെങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് കൊടുലൂത്തുകാരായി മാറി? ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ നില. ഇത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ അതീവ ഗൗരവമായാണ് കാണുന്നത്. ഈ കേരള വിരുദ്ധ മനസ്സ് അംഗീകരിക്കാനാവില്ല എന്നതാണ് പൊതുവെ ജനങ്ങൾ സ്വീകരിക്കുന്ന നില. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും കാണുന്ന കാഴ്ച, ഈ കേരള വിരുദ്ധ മനസ്സുള്ളവരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന മനോഭാവത്തിൻ്റെ ഭാഗമായി LDFന് അനുകൂലമായ വൻപിച്ച തരംഗം അലയടിച്ചുയരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ മണ്ഡലത്തിൽ സഖാവ് MP ജയരാജനെയാണ് LDF സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. സഖാവ് ജയരാജനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും സഖാവ് ജയരാജൻ പരിചിതനാണ്. ഏത് ചുമതലയും ഭംഗിയായി നിർവഹിക്കാൻ പ്രാപ്തിയുള്ള രാഷ്ട്രീയ നേതാവാണെന്ന് അദ്ദേഹം മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. നല്ല സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ വന്നിട്ടുള്ളത്. അത് ദിനം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ജനങ്ങൾക്ക് വേണ്ടത് നിലപാടിൽ തെളിമയും ആശയങ്ങളിൽ വ്യക്തതയുമുള്ള ഒരു ജനപ്രതിനിധിയാണ്. സഖാവ് ജയരാജനിൽ അതെല്ലാം വേണ്ടുവോളമുണ്ട് എന്ന് ജനങ്ങളും ഈ മണ്ഡലവും പൂർണ്ണമായി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ സഖാവ് MP ജയരാജൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ജയരാജനെ പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.